N20 News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജെഇഇ മെയിൻ 2025 രണ്ടാമത്തെ സെഷൻ ഓൺലൈൻ അപേക്ഷ ജനുവരി 31 മുതൽ. നീറ്റ് പിജി കട്ട് ഓഫ് പെർസെന്റൈൽ സ്കോർ കുറച്ചു. വ്യവസായശാലകൾ ക്യാമ്പസിലേക്ക്, പഠനത്തോടൊപ്പം സമ്പാദ്യം ഇനി കേരളത്തിലും. ജെഇഇ മെയിൻ 2025 ആദ്യ സെഷൻ പരീക്ഷ ജനുവരി 22 മുതലും രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 1 മുതലുമാണ് ഓൺലൈൻ മോഡിൽ ആരംഭിക്കുന്നത്. ആദ്യ സെഷന്റെ എക്സാം ഡേറ്റ്, എക്സാം സിറ്റി എന്നിവ ജനുവരി 15-നകവും അഡ്മിറ്റ് കാർഡുകൾ പരീക്ഷയ്ക്ക് 3 ദിവസം മുൻപും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. രണ്ടാമത്തെ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ jeimain.nta.ac.in എന്ന വെബ്സൈറ്റ് വഴി ജനുവരി 31-ന് ആരംഭിക്കും. ആദ്യ സെഷന്റെ സ്കോർ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും പുതിയതായി പരീക്ഷ എഴുതുന്നവർക്കും രണ്ടാമത്തെ സെഷൻ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ആദ്യ സെഷൻ പരീക്ഷ എഴുതിയവരുടെ പെർസെന്റൈൽ സ്കോർ ഫെബ്രുവരി 12-ന് പ്രസിദ്ധീകരിക്കും. നീറ്റ് പിജിയുടെ ആദ്യ 2 റൗണ്ട് അലോട്ട്മെന്റുകൾ കഴിയുമ്പോഴും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഒഴികെയുള്ള ധാരാളം സീറ്റുകൾ വേക്കന്റായി കിടക്കുന്നതിനാൽ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പും ആഭ്യന്തര മന്ത്രാലയവും ഈ വർഷത്തെ കട്ട് ഓഫ് പെർസെന്റൈൽ സ്കോർ കുറയ്ക്കുവാൻ തീരുമാനമായി. ഇതനുസരിച്ച് ഓൾ ഇന്ത്യ തലത്തിലും സംസ്ഥാന തലത്തിലും ജനറൽ, EWS വിഭാഗങ്ങൾക്ക് 15 പെർസെന്റൈൽ സ്കോറിന് മുകളിലുള്ളവർക്കും SC/ST, OBC, PWD വിഭാഗങ്ങൾക്ക് 10 പെർസെന്റൈൽ സ്കോറിന് മുകളിലുള്ളവർക്കും ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. ഇതിന്റെ ഭാഗമായി ce.kerala.gov.in എന്ന കേരള PG വെബ് പോർട്ടലിൽ പുതിയതായി അപേക്ഷ ജനുവരി 8-ന് വൈകുന്നേരം 3 മണി വരെ സമർപ്പിക്കാം. കേരളത്തിലെ വിദ്യാർത്ഥികൾ കൂടുതലായി പഠനത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിന് ആശ്വാസം പകരാൻ സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ മുൻകൈ എടുത്ത് വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് കാണാം. ബിരുദാനന്തര മേഖലകളിൽ ഏറ്റവും നല്ല ക്യാമ്പസുകൾ കേരളത്തിലുണ്ടെങ്കിലും കുട്ടികൾ കൂട്ടം കൂട്ടമായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് ഒരു പരിധിവരെ പഠനത്തോടൊപ്പം ഒരു സമ്പാദ്യം ഉറപ്പുവരുത്താം എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ സംസ്ഥാനത്ത് IIT, NIT, IIIT, IIM, അതുപോലെ നൂറുകണക്കിന് എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ITIകൾ എന്നിവ വളരെ മികച്ച അക്കാദമിക് നിലവാരം ഉറപ്പു തരുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ഈ കാലയളവിൽ മറ്റ് സംരംഭങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാനോ അവനവൻ്റെ ആവശ്യത്തിലേക്കുള്ള പണം ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിതാ വളരെ മാതൃകാപരമായി കേരള ഗവൺമെൻറ് ക്യാമ്പസിൽ വ്യവസായശാല എന്ന പദ്ധതിയിലൂടെ പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക് ക്യാമ്പസിൽ സ്റ്റാർട്ടപ്പായ ജെൻ റോബോട്ടിക്സിന് ഒരു യൂണിറ്റ് ആരംഭിക്കുകയാണ്. ക്ലാസ്സുകൾക്ക് ശേഷം 4 മണിക്കൂർ വരെ ജോലിയെടുക്കാവുന്ന തരത്തിലാണ് പദ്ധതി. പഠനത്തോടൊപ്പം സമ്പാദ്യവും പ്രവർത്തന നൈപുണ്യം നേടാനും ഇത് സാഹചര്യമൊരുക്കും. ധാരാളം കെട്ടിടങ്ങളും സ്ഥലവുമുള്ള നമ്മുടെ മറ്റ് ക്യാമ്പസുകളും ഈ സാഹചര്യം സൃഷ്ടിച്ചിരുന്നെങ്കിൽ പ്രായമേറിയവരുടെ മാത്രം സ്വപ്നഭൂമിയായി കേരളം മാറുകയില്ലായിരുന്നു എന്നതും ഇതിനോടൊപ്പം നോക്കിക്കാണണം. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി.